ശ്രുതിമധുരമായ ഒരു ഗാനം കേൾക്കുവാനിടയായി. പ്രിയ സഹോദരനെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയ ഭർത്താവാണ്, പേര് അജി. അരക്കമൻ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. എന്നാല് പ്രിയപ്പെട്ടവൻ ഒരു ഹിന്ദു നായർ സമുദായത്തിലെ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പ്രിയപ്പെട്ടവനാണ്. ജീവനുള്ള ദൈവം ഏതെന്ന്, ജീവനുള്ള ദൈവം എവിടെയെന്ന് അറിയാൻ കഴിയാത്ത ഒരു ജീവിതമായിരുന്നു. മദ്യത്തിനും മറ്റ് ലോകത്തിന്റെ മോഹങ്ങൾ കൂടി ഓടിക്കൊണ്ടിരുന്ന അദ്ദേഹം കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പായി സർവശക്തനായ ദൈവം തന്റെ കരങ്ങളിൽ പിടിക്കുവാനിടയായി. കോവിഡിനോടനുബന്ധിച്ച് ഭവനത്തിൽ കോവിഡ് സെന്ററിൽ വിശ്രമിക്കുന്ന വേളയില് ഇന്ന് എല്ലാവരുടെയും കയ്യിൽ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ വഴി ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ഉണ്ട്. അന്ന് പ്രിയപ്പെട്ടവൻ ഫേസ്ബുക്കിൽ കൂടി ഒരു ലൈവ് പ്രോഗ്രാം കാണുവാനിടയായി. അതിൽ കൂടി ഒരു പ്രിയ സഹോദരൻ ഒരു പാട്ട് പാടുവാനിടയായി. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നതിൽ അറിഞ്ഞതിൽ എന്നിൽ ഉല്ലാസമേ എന്നുള്ള ആ പാട്ടിന്റെ ഒരു വരി തന്നെ സ്പർശിക്കുവാനിടയായി. ആ പ്രിയ സഹോദരനെ പിന്നെ കോണ്ടാക്ട് ചെയ്ത് ആ സഭയുമായി ബന്ധപ്പെട്ടു. പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനിടയായി. കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ, സ്നാനപ്പെടുവാൻ, ക്രിസ്തുവിനോടുകൂടി തന്റെ മരണപുനരുദ്ധാനങ്ങളിൽ പങ്കാളിയാകുവാൻ കോണം ദൈവമായിരിക്കുന്ന കർത്താവ് സഹായിച്ചു. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി. 1 വർഷത്തിന് ശേഷമായി പ്രിയപ്പെട്ടവന്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കുവാനിടയായി. എന്നാൽ അത് പെട്ടെന്നുണ്ടായതല്ല. നാളുകൾക്ക് മുമ്പ് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, എങ്കിലും അത് കണ്ടുപിടിക്കുവാനിടയായില്ല. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഒരു ബൈപ്പാസ് സർജറി അല്ലാതെ ഇതിനൊരു മറുകൃതി ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുവാനിടയായത്. പക്ഷെ എന്നാൽ സാമ്പത്തിക ഞെരുക്കം മൂലം, മറ്റ് സാഹചര്യങ്ങളെ സമ്മർദ്ദം മൂലം ഞങ്ങൾ ബൈപ്പാസിന് ഒരുങ്ങുവാനിടയാകാതെ ഭവനത്തിൽ മടങ്ങി വന്നു. അത് ഇങ്ങനെ കടന്നുപോയി. പക്ഷേ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായപ്പോൾ നെഞ്ചിനകത്ത് വളരെയധികമായ പ്രയാസം ഉണ്ടാകുവാനിടയായി. ശ്വാസം മുട്ടുന്നത് പോലെയും ഗ്യാസ് തിങ്ങി കയറുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഞങ്ങള് ആയുർവേദ മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാവാനിടയായത്. ആശുപത്രിയിൽ പോയി ടെസ്റ്റുകൾ ചെയ്തു, TMT ചെയ്തു, എക്കോ ചെയ്ത് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറയുവാനിടയായി, ഇന്ന് തന്നെ ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത്, വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല, വേഗം പൊക്കോളൂ എന്ന് പറയുവാനിടയായി തീർന്നു. പൾസ് റേറ്റ് 72. ഒരു മനുഷ്യന് ശരാശരി പൾസ് റേറ്റ് 72 ആണ്. പ്രിയപ്പെട്ടവൻ അത് 35 തീരുവാനിടയായി. എന്നാൽ ആ 35 പൾസ് റേറ്റ് ഉണ്ടായിരുന്നിട്ടും ബ്ലോക്ക് എന്ന് പറയുന്നത് 95 ആദ്യം പെർസെന്റേജ്. അത് പിന്നീട് അത് 99 1% മാത്രം രക്തം ഓടിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവൻ സെന്റ് ജോസഫ് നാരായണമൂഴി സെന്റ് ജോസഫ് സ്കൂളിലെ സ്കൂൾ ബസ് ഓടിക്കുവാൻ ഇടയായി തീർന്നു. ആ വർഷങ്ങളായി ആ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമേൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തും ആ ബസ് ഓടിക്കുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് സഹായിച്ചു. എങ്കിലും ബുദ്ധിമുട്ട് കാരണം ഡോക്ടർ പറഞ്ഞു ഇനി വാഹനം ഓടിക്കരുതെന്ന്. ഞങ്ങൾ പെട്ടെന്ന് എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ഡോക്ടർ തന്നെ പറഞ്ഞു വിട്ടു, പരിമല ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരിമല ഹോസ്പിറ്റലിൽ ചെന്നു. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലൊക്കെ 1 ലക്ഷം രൂപ ഒപ്പിച്ച് ഞങ്ങൾ പോയി. 2.5 ലക്ഷം രൂപയാണ് അവിടെ ബൈപ്പാസ് ചെയ്യുന്നതിന്. 2.5 അങ്ങനെ പോകും. 1 ലക്ഷം രൂപ അടച്ചു. പിന്നെ കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടി, 1.5 ആയി. പിന്നെ 1 ലക്ഷം രൂപയും കൂടെ പിന്നെയും അടയ്ക്കണം. അങ്ങനെ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുക. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ആരുകൊണ്ട് തരും, എങ്ങനെ അടയ്ക്കും ഞങ്ങൾ വിചാരിച്ചു കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 50,000 രൂപയും കൂടെ ഞങ്ങളുടെ കയ്യിൽ സെറ്റായി. എപ്പോഴും 2 ആയുള്ളൂ, ഇനി 50 കുറവാ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആശുപത്രി കൗണ്ടറിൽ ബില്ല് തയ്യാറാക്കുന്ന സമയത്ത് ലിഫ്റ്റ് വഴി അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരനും ഒരു സഹോദരിയും കയറി വരുവാനിടയായി. ഡോക്ടറുമായി ഞങ്ങളുടെ റൂമിൽ വന്നു.
സംസാരിച്ചു. പ്രിയപ്പെട്ടവന്റെ സർജറി ചെയ്ത ഭാഗങ്ങളൊക്കെ കണ്ടു, ഫോട്ടോ എടുത്തു. ശേഷം അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നു ആശുപത്രിയിൽ ഇനി അടയ്ക്കാനുള്ള 1 ലക്ഷം രൂപയാണ്, അതവരടച്ച് ഞങ്ങളെ ഇറക്കി കൊണ്ടുവിടുമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ കടന്നു വന്ന വ്യക്തികളെ ഞങ്ങൾക്ക് ഒരു പരിചയവും ഇല്ല, ഞങ്ങൾ അന്ന് വരെ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുന്നില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല അവരുമായിട്ട്. പക്ഷേ അവർ PROയോട് ചോദിച്ച് ഞങ്ങളുടെ ആശുപത്രിയിലായ 2.5 ലക്ഷം രൂപയുടെ ബില്ലും അവര് തന്നെ ക്ലോസ് ചെയ്യുവാനിടയായി. 1 രൂപ പോലും മുടക്കാതെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബൈപ്പാസ് സർജറി ചെയ്തു. പ്രിയപ്പെട്ടവനെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമാറാക്കി. അത്രത്തോളം പാട്ടുകൾ പാടുവാനും വാഹനം ഓടിക്കുവാനും ഒക്കെ ബലപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ 18-ാം തീയതി ആയപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 5 മാസം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. 5 മാസം മാത്രം പൂർത്തിയായപ്പോൾ ജോലി ചെയ്യുവാനും പാട്ടുകൾ പാടുവാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുവാനും സർവശക്തനായ ദൈവം ബലപ്പെടുത്തുന്നു. ഇനിയും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളാൽ ആവോളം ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഈ ഉപകാരത്തെ ഒരാളോടെങ്കിലും പറഞ്ഞ് അവരെയെങ്കിലും ദൈവസന്നിധിയിൽ ആദായപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏറ്റവും നന്ദിയുള്ളവരായി, ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങൾ ശേഷിക്കുന്ന ജീവിതം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര നാൾ ശേഷിപ്പിക്കുന്നു അത്രയും നാൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ തകർച്ചയിലായിരിക്കും, സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കും, കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കും, കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടായിരിക്കും, രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ടായിരിക്കും. എല്ലാത്തിനും മറുപടി ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എല്ലാ കഷ്ടത്തിൽ നിന്നും, എല്ലാ രോഗത്തിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. ആ ദൈവത്തിന്റെ കരങ്ങൾ പിടിച്ച് ദേശത്തിൽ കടന്നു വരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ചെറിയ സാക്ഷിയിൽ നിന്നും ഞാൻ ഇരിക്കുകയാണ്.